സജി ചെറിയാൻ വർഗീയത പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ നാട്ടിലെ പ്രധാനപ്പെട്ട ചർച്ച. അതിലേക്ക് വരാം. ജവഹർലാൽ നെഹ്റു ലീഗിനെ ചത്ത കുതിര എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന്റെ ചരിത്രപരമായ റീസൺ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ലീഗിന് ഒരു പ്രസക്തിയും ഇല്ല. ലീഗ് നിലനിൽക്കുന്നത് ന്യൂനപക്ഷ ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാൻ സഹായിക്കും എന്നല്ലാതെ മറ്റൊരു ഉപകാരവും ഇല്ലാന്ന് ജവഹർലാൽ നെഹ്റു 1957 പറഞ്ഞിട്ടുള്ളതാണ്. 10 വർഷമായിട്ട് ലീഗിന് കേരളത്തിൽ അധികാരത്തിലില്ല. ലീഗ് എന്ന് പറയുന്ന ഒരു ബൂർഷാ സമുദായ പാർട്ടിയാണ്. അധികാരം, പണം ഇത് രണ്ടും ഇല്ലെങ്കിൽ നിലനിൽക്കാത്ത ഒരു സംവിധാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മണിച്ചിത്രത്താഴ് സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സിനിമയുടെ ആദ്യഘട്ടങ്ങളിൽ നാഗവല്ലിയായിട്ട് ഗംഗ മാറുന്നത് ഇരുട്ടിന്റെ മറവിൽ അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയത്തൊക്കെ രഹസ്യമായിട്ടാണ് വർഗീയത പറഞ്ഞിരുന്നത്. 5 നേരം നിസ്കരിക്കുന്ന അല്ലെങ്കിൽ ഇരുന്ന് മൂത്രം ഒഴിക്കാത്ത ആളുകൾക്ക് വോട്ട് കൊടുക്കരുത്, തട്ടം മര്യാദയ്ക്കിടാത്ത ആളുകൾക്ക് വോട്ട് കൊടുക്കരുത് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ലീഗിനെ കുറിച്ച്. മണിച്ചിത്രത്താഴ് സിനിമയിൽ ക്ലൈമാക്സോട് അടുക്കുമ്പോൾ നാഗവല്ലിയായി പൂർണ്ണമായും ഗംഗ മാറി. അതേ അവസ്ഥയിൽ നിൽക്കുകയാണ് മുസ്ലിം ലീഗ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ. ഈ ഒരു തവണ കൂടെ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന സംവിധാനം പൂർണ്ണമായും ശിഥിലമാകും എന്ന ധാരണ അവർക്ക് നന്നായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് ഏത് നിലയിലാണോ ഭാവിയിൽ മുസ്ലിം ലീഗ് എത്താൻ പോകുന്നത് അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. എന്താ കാരണം? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു മതരാഷ്ട്ര സങ്കല്പ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗ് പൂർണ്ണമായും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൃത്യമായ വിചാരധാരയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളീയ സമൂഹം ഇന്ത്യയിൽ ആകെ പ്രതീക്ഷയായി നിലനിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ്. ആ കേരളത്തെ കൂടി കുട്ടിച്ചോറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി UDF എന്റെ അഭിപ്രായത്തിൽ ഇത്തവണ നിങ്ങൾ നൽകുന്ന ഓരോ പിന്തുണയും ഈ നാട്ടിൽ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയത കേരളത്തിലേക്ക് സീറ്റ് ഉറപ്പിക്കാനുള്ള ഓരോ താക്കോലാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്, ഓരോ വാതിൽ തുറക്കാനുള്ളത്. ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ചില ആളുകൾക്ക് എന്താണ് വർഗീയത എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാം. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം വ്യഭിചാരം എന്ന് അഭിസംബോധന ചെയ്ത പാർട്ടിയാണ് ലീഗ്. ആ അഭിസംബോധനയും പ്രസംഗവും നടത്തിയ ആളുകളെ തിരുത്താൻ എതിരായിട്ടും തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അധികാരം പിടിക്കുന്നത് കഴിഞ്ഞ 9.5 വർഷം നമുക്ക് നഷ്ടമായിട്ടുള്ള സമുദായത്തിന് വേണ്ടിയിട്ടാണ് അധികാരം പിടിക്കുന്നത് പറഞ്ഞ ഷാജിയുടെ പ്രസംഗം തള്ളിപ്പറയാൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടുണ്ടോ? ഗംഭീര സ്ഥാനാർത്ഥിയുണ്ട്, 5 നേരം നിസ്കരിക്കുകയും എന്താ പറയാ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അന്നേ ആളുകൾക്ക് വോട്ട് ചെയ്യാമെന്ന് പറയുന്ന വർഗീയതയാണോ? മറ്റൊരെണ്ണം, ഏണിക്ക് കുത്തിയാൽ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ എല്ലാവരും സ്വർഗത്തിൽ പോകും. ഇത്തരം വർഗീയത തോൽപ്പിക്കാൻ കേരളം ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് വരണം എന്നതാണ് എന്റെ അഭിപ്രായം. രാജ്യം ഭരിക്കുന്ന ഭൂരിപക്ഷ വർഗീയതയ്ക്ക് സ്ഥാനം പാടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത്തവണ മുസ്ലിം ലീഗിനും UDF-നും വോട്ട് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് പള്ളി കമ്മിറ്റിയിലേക്കുള്ള അമ്പല കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല. നിയമനിർമ്മാണം നടത്താനുള്ള സെക്യുലർ ബോഡിയിലേക്കുള്ള ജനാധിപത്യ രീതിയിൽ മതേതരത്വപരമായിട്ടുള്ള ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ ബോധ്യത്തിൽ ആളുകൾ വോട്ട് ചെയ്താൽ ഈ നാട് ഇങ്ങനെ നിലനിൽക്കും. അല്ല, അത് നിലനിൽക്കാൻ പോകുന്നില്ല.